2805 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന AP അബ്ദുള്ളക്കുട്ടി UDF സ്ഥാനാർത്ഥിയാണ് ആദ്യം വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. ജയരാജൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ നരിമടയാണ്, തീർച്ചയായും നരിമടയാണ് എന്ന് തെളിയിച്ചു. നരിക്കൂടാണ് എന്ന് MV ജയരാജൻ പറഞ്ഞപ്പോൾ 27,000 വോട്ടുകൾ എണ്ണാൻ ആലപ്പുഴയിൽ ബാക്കിയുണ്ട്. എങ്കിലും വ്യക്തമായ ലീഡോടുകൂടി 6300 വോട്ടിന്റെ ലീഡോടുകൂടി UDF സ്ഥാനാർത്ഥി A. ഷുക്കൂർ മുന്നിട്ട് നിൽക്കുകയാണ്. കണ്ണൂരിൽ വിജയം ഉറപ്പിച്ചു എന്ന് നിസ്സംശയം പറയാം. കാരണം 20,000-ൽ താഴെ വോട്ടുകൾ മാത്രം എണ്ണാൻ ബാക്കിയുള്ളപ്പോൾ 12,689 വോട്ട്. ഡൊമിനിക് പ്രസന്റേഷൻ 6,028 വോട്ടിന് ലീഡ് ചെയ്യുന്നു. 6,000-ന് മേലെ കടന്നിരിക്കുന്നു. മറ്റ് രണ്ട് മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥിയുടെ ലീഡ് 12,780ലേക്ക് കടന്നിരിക്കുന്നു. AP അബ്ദുള്ളക്കുട്ടിയുടെ ലീഡ്. കണ്ണൂരിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. AP അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥി സീറ്റ് നിലനിർത്തും. UDFന്റെ സീറ്റ് നിലനിർത്തിക്കൊണ്ട് AP അബ്ദുള്ളക്കുട്ടി വിജയിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 20,000-ൽ താഴെ വോട്ടുകൾ മാത്രം, ഒരുപക്ഷെ ഇനി 18,000-ൽ താഴെ വോട്ടുകൾ മാത്രമായിരിക്കും എണ്ണാൻ ബാക്കിയുള്ളത്. 12,689 വോട്ടുകൾക്ക് 12,865 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്. ഡൊമിനിക് പ്രസന്റേഷൻ 6,391 വോട്ടുകൾക്ക് മുന്നിലാണ്. എറണാകുളത്ത് 6,391 വോട്ടുകൾക്ക് ഡൊമിനിക് പ്രസന്റേഷൻ UDF സ്ഥാനാർത്ഥി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. AP അബ്ദുള്ളക്കുട്ടി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു. വിജയം ഉറപ്പാക്കിയ സ്ഥാനാർത്ഥി. ഇത് കോൺഗ്രസിന്റെ പ്രവർത്തന ചരിത്രത്തിൽ തന്നെ, UDFന്റെ പ്രവർത്തന ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ഒരു ലക്ഷണമാണ്. ചിട്ടയായ പ്രവർത്തനം, തന്ന കണക്കൊക്കെ ശരിയാവുന്നു. വളരെ ആവശ്യകരമാണ്. കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ചരക്കലിലും ഇപ്പോൾ പള്ളിക്കുന്നിലും ഒക്കെ നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പള്ളിക്കുന്നിലെ ചരക്കൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ച പഞ്ചായത്താണ്. മോസ്കോ റേഡിയോ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാന വാർത്തയായിരുന്നു അത്. അവിടെയാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാണിക്കുന്നത് CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെയും വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരമാണ്. അതിലുപരി നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചതിനെതിരെയുള്ള ജനങ്ങളുടെ കലാപമാണ്. വളരെ നിശബ്ദമായൊരു വിപ്ലവമാണിത്. മാത്രമല്ല ഇത് CPMനകത്ത് വമ്പിച്ച ധ്രുവീകരണം ഉണ്ടാക്കും. പഞ്ചായത്ത് മെമ്പറെ പോലും, ദേശാഭിമാനി ലേഖകന്മാരെ പോലും ഇങ്ങനെ വ്യാജ വോട്ടർമാരാക്കി അവരുടെയൊക്കെ ഭാവി ജീവിതം തകർക്കുകയാണ്. നേതാക്കന്മാരുടെ കുട്ടികളും കുട്ടികളും എല്ലാം തെരഞ്ഞെടുപ്പ് വിധി നിർണ്ണയിച്ച ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. വിജയം ഉറപ്പിച്ചു